തൃശ്ശൂർ മ്യൂസിയത്തിനകത്തുള്ള ഒരു 3D ഷോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ അകത്തെ കുറേ കാഴ്ചകളിലൊന്നാണ്. 50 ഇപ്പോൾ 60 രൂപയായി കേട്ടോ. 3D അതായത് എല്ലാ സംഭവങ്ങളെല്ലാം മൃഗങ്ങളെയും അതുപോലെ മറ്റുള്ളത് കാണാൻ പറ്റുന്ന 3Dയിൽ കാണാനുള്ള ചെറിയൊരു തിയേറ്ററാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഞങ്ങളിപ്പോൾ 4 ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ബോർഡ് പോലും ദാരിദ്ര്യം. തൃശ്ശൂർ സൂവിൽ വന്നു കഴിയുമ്പം ഇതിനകത്ത് തന്നെയുള്ള ഒരു അടിപൊളി ഒരു മ്യൂസിയം ഉണ്ട്, ആർട്ട് മ്യൂസിയം. അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ട, എങ്കിൽ പോലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നിസാര ചാർജ് അവർ ഈടാക്കുന്നുള്ളൂ. പുറത്തൊരു ക്ഷേത്രത്തിലെ പഴയ അനന്ത വിഗ്രഹം വെള്ളിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം സ്വർണ്ണമായി കാണാതെ. പണ്ട് വെളിച്ചപ്പാട് ഉപയോഗിച്ചിട്ടുള്ള സംഭവമാകട്ടെ. ദ്വാരപാലകൻ, ചീനഭരണി, എത്രയോ വർഷം പഴക്കമുള്ള ഒരു നന്നങ്ങാടി അല്ലേ ഇത്? നന്നങ്ങാടി. ഇതാണ് ചീനഭരണി. ചീനഭരണി എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് പണ്ട് കൊണ്ടുവന്ന സാധനമാണല്ലേ, ചൈനക്കാരുടെ. ഇത് ചീനക്കത്തി. ചേനക്കത്തി, കളിമൺ ഭരണി. ഇത് ചീനഭരണിയാകട്ടെ. എന്താ ഭംഗിയല്ലേ, അവന്മാർ എന്ത് ചെയ്താലും രസമാണല്ലോ. ഭരണി പോലും ഭംഗി, എന്ത് ഭംഗിയാണ്. ഓൾഡ് ചീനഭരണി. അത് വർഷങ്ങൾക്ക് മുമ്പേ ഇത്രയും ഭംഗിയിലാണ് അവന്മാർ അവരുടെ ഭരണി. കൊച്ചിയിലെ ലത്തീൻ കത്തോലിക്ക കോൺഗ്രസ് സംഭാവന ചെയ്ത സാധനമാണ് കേട്ടോ. റഷ്യൻ ഗ്ലാസ് വേസ്, കല്ലായിലെ സാധനം കേട്ടോ. വുഡ് കാർബൺസ്, മനകളുടെയൊക്കെ അത്. പിന്നെ ഭംഗിയല്ലേ. സമ്മതിക്കാണ് കേട്ടോ. ഇതാണ് ഈ ഓരോ മനകൾക്കൊക്കെ ഇപ്പോഴും വില മതിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അതാണ്. ഇതുപോലത്തെ ഉരുപ്പടികളൊക്കെയാണ് ഓരോ മനകളിലും ഉള്ളത്. പല ടൈപ്പ് വിളക്കുകളല്ലേ. തുരട് വിളക്ക്, ഗോപുര വിളക്ക്, എന്ത് ഭംഗിയല്ലേ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ, അതായത് തറവാടിൻ്റെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ, അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ സ്ഥലങ്ങളിൽ ഇടുന്നതാണ്. ഗരുഡ വിളക്ക്, താമരപ്പൂ വിളക്ക്,
ദീപം, 11 തിരിവിളക്ക്, താമരപ്പ് വിളക്ക്. ഇതൊക്കെ കണ്ടോ, എല്ലാം വിളക്കുകളാട്ടോ. ഈ ഒരു ഏരിയ ഫുള്ള് വിളക്കുകളാട്ടോ. പല ടൈപ്പ് 13 തിരിവിളക്ക്. ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. മൊത്തം വെറൈറ്റി ആയിട്ടുള്ള തുണിയിൽ വരച്ച ഇന്തോനേഷ്യൻ ചിത്രങ്ങളാട്ടോ ഇതൊക്കെ. കൊച്ചി മഹാരാജാവിൻ്റെ ചിത്രങ്ങളാട്ടോ അതൊക്കെ. നാഗമാലി, മധുരൈ. ദന്തം കൊണ്ടുള്ള വിഷറിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ദന്തം കൊണ്ടുള്ള രാമവർമ്മ രാജാവിൻ്റെ പ്രതിമ. കണ്ടപ്പോൾ തോന്നി ആനയുടെയാണെന്ന്. പക്ഷേ പിന്നെ ഒരു സംശയം, ആനക്കൊമ്പി എന്നുള്ളതാണ്. മറ്റേ ഈ പഴയ മറ്റേ ലൈറ്റ് ഹൗസ് പോലെ വെച്ചുള്ളതാണ് സംഭവം. ടൈപ്പുള്ള വിളക്കുകളാണല്ലേ. തിരിയാണോ അതോ അങ്ങനത്തെ പഴയ വലിയ റാന്തല് പോലത്തെ സംഭവം? ഇത് ശരിക്കും പിടിച്ചെന്ന കണക്കാവുമ്പോൾ ഇതൊക്കെ കാണുമായിരിക്കും അല്ലേ? പായ ഒരു മരത്തിൽ തന്നെ കൊത്തിയെടുത്താണ് കേട്ടോ. ഓ കൊള്ളാം അല്ലേ?